ആലപ്പുഴയിൽ ബി.ജെ.പി. ഒ.ബി.സി. മോർച്ച സംസ്ഥാന സെക്രട്ടറി രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ ശിക്ഷാവിധി ഇന്നുണ്ടായേക്കും. മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി വി.ജി. ശ്രീദേവിയാണ് ശിക്ഷ പ്രഖ്യാപിക്കുക. കേസിൽ ആദ്യഘട്ടത്തിൽ വിചാരണ നേരിട്ട 15 പ്രതികൾ കുറ്റക്കാരാണെന്ന് ശനിയാഴ്ച കോടതി കണ്ടെത്തിയിരുന്നു. ഷൈജു ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ഷൈജു, 15 പ്രതികൾ ആദ്യഘട്ടത്തിൽ വിചാരണ നേരിട്ട 15 പ്രതികൾ കുറ്റക്കാരാണ് എന്നൊരു കണ്ടെത്തൽ കോടതി നടത്തിയിരുന്നു. അവരുടെ ശിക്ഷാവിധി ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? ജിൽസി, ഇന്ന് ശിക്ഷാവിധിക്കായി കോടതി ചേരും എന്ന ഒരു അറിയിപ്പാണ് കഴിഞ്ഞ ദിവസം വിധി പ്രഖ്യാപിച്ച സെഷൻസ് അറിയിച്ചത്. കാരണം 15 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഈ 15 പ്രതികളും കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തുകയും അക്കാര്യങ്ങൾ പറയുകയുമാണ് ശനിയാഴ്ച നടത്തിയത്. ഈ 15 പേരിൽ ആദ്യത്തെ 8 പേർക്ക് കൊലക്കുറ്റത്തിന് കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് ക്രിമിനൽ ഗൂഢാലോചന, അതോടൊപ്പം തന്നെ ഈ പ്രതികളെ പലതരം സഹായിക്കുകയും ചെയ്തു എന്നാണ്. അതുകൊണ്ട് കൃത്യത്തിൽ നേരിട്ട് ഇടപെട്ട ആളുകളെ സംബന്ധിച്ച് അവർക്ക് കൊലക്കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇവർക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നൊരാവശ്യം പ്രോസിക്യൂഷൻ കോടതിയിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അവർ ആവശ്യപ്പെടുന്നത് ഒന്നുകിൽ ജീവപര്യന്തം അല്ലെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് എന്ന തരത്തിലേക്ക് ശിക്ഷ ഉണ്ടാവണം എന്നൊരാവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 11 മണിയോടുകൂടി കോടതി നടപടികൾ ആരംഭിച്ചാൽ പ്രതിഭാഗത്തിൻ്റെ കൂടി വാദം കേൾക്കാൻ കോടതി സന്നദ്ധമാകും. അതുകൂടി കേട്ടതിന് ശേഷമാകും വിധിയിലേക്ക് കടക്കുക എന്നാണ്. ഇന്ന് തന്നെ വിധി പ്രഖ്യാപിക്കുമോ, ശിക്ഷാവിധി പ്രഖ്യാപിക്കുമോ എന്നത് സംബന്ധിച്ച് നമുക്ക് കൃത്യമായ വ്യക്തതയില്ല. ഏതായാലും ഇന്ന് രാവിലെ കോടതി നടപടികൾ ആരംഭിച്ച് വേഗത്തിൽ വാദത്തിലേക്ക് കടക്കുകയായിരിക്കും കോടതി ചെയ്യുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഇവർ കഴിഞ്ഞ 15-ാം തീയതി, ഡിസംബർ 15-ാം തീയതി വാദം പൂർത്തിയാക്കിയാണ് ഈ ശനിയാഴ്ച വിധി പറഞ്ഞത്. ഇത് ശിക്ഷാവിധിയാണ് പറയേണ്ടത്. ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ആദ്യം കൊല ചെയ്യപ്പെടുന്നത് SDPI സംസ്ഥാന സെക്രട്ടറി KS ഷാനാണ്. ഈ ഷാൻ്റെ വധക്കേസുമായി ബന്ധപ്പെട്ട വിചാരണ ഒരു തരത്തിലും ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോയില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വലിയ പരാതികൾ ഉണ്ടായതിനു ശേഷമാണ് കഴിഞ്ഞയാഴ്ച ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കുകയും 2-ാം തീയതിയിലേക്ക് ആലപ്പുഴ സെഷൻസ് കോടതി വാദം കേൾക്കുന്നതിലേക്ക് മാറ്റിവെക്കുകയും ചെയ്തു. ഏതായാലും ഇന്ന് രഞ്ജിത്ത് വധക്കേസുമായി ബന്ധപ്പെട്ട ശിക്ഷാവിധി പുറപ്പെടുവിക്കും എന്നൊരു പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. ശരി, ഷൈജു ആണ് വിവരങ്ങൾ നൽകിയത്. രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ട ശനിയാഴ്ച 15 പ്രതികൾ കുറ്റക്കാരാണെന്നുള്ള ഒരു കണ്ടെത്തൽ മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി നടത്തിയിരുന്നു. ഇന്നിപ്പോൾ കോടതി ചേരുമ്പോൾ ആദ്യഘട്ടത്തിൽ പ്രതികളുടെ ഭാഗം കൂടി കേൾക്കും. അതിനുശേഷം ശിക്ഷാവിധി ഇന്ന് തന്നെ ഉണ്ടായേക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണുള്ളത്. ഷൈജു ആണ് വിവരങ്ങൾ നൽകിയത്.